നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളും വെല്ലുവിളികളും ചർച്ച ചെയ്യുവാനായി ഷെക്കീന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഷെക്കീന ഫയർ റൂം ചർച്ച ചെയ്യുന്ന വിഷയം ന്യൂനപക്ഷ അവകാശങ്ങളിലെ 80-20 അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെക്കുറിച്ചാണ്. നമുക്കറിയാം 2021 മെയ് 28 കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിനമാണ്. കാരണം അന്നാണ് വർഷങ്ങളായി ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന് ക്രൈസ്തവർ നേരിട്ട് കൊണ്ടിരുന്ന അനീതി 80-20 രൂപത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന ഒരു അനീതി ഹൈക്കോടതി റദ്ദാക്കിയത്. ആ ഒരു നിയമ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തികളാണെന്ന് ഷെക്കീന ഫയർ റൂമിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അമൽ ശ്രീയക്, അതോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. രണ്ടുപേർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അമൽ ശ്രീയക്, തീർച്ചയായും ഒരു വർഷം മുമ്പ് അങ്ങേക്ക് അഭിമാനിക്കാവുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വർഷങ്ങളായി അങ്ങ് നടത്തിയ, ആരാലും അറിയപ്പെടാതെ അങ്ങ് നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഒരു പ്രതിഫലമാണ് കഴിഞ്ഞ വർഷം മെയ് 28 അങ്ങേക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ മുഴുവൻ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനും വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വിധി തന്നെയാണ്. ഈ ഒരു പോരാട്ടത്തിലേക്ക് അങ്ങ് എത്തിച്ചേരാൻ ഇടയായ ഒരു സാഹചര്യം എന്തായിരുന്നു ശ്രീ അമൽ ശ്രീയക്? തീർച്ചയായിട്ടും ഇതിന്റെ സാഹചര്യം പറയുവാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെയുള്ള സംവരണ ന്യൂനപക്ഷ വിഷയങ്ങൾ നമ്മളിങ്ങനെ സമൂഹത്തിൽ കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇതുപോലെ എന്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗ അംഗങ്ങൾക്കും ഈ സംവരണം കിട്ടുന്നില്ല, അപ്പം ചിലര് പറയും അത് സഭ പണ്ട് വേണ്ട എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കോൺട്രവേഴ്സികളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. അപ്പം പിന്നീട് വളർന്നപ്പോഴാണ് എന്താണ് ഇതിന്റെ കാരണങ്ങൾ തേടി പോകുന്നത്. കാരണങ്ങൾ തേടി പോയപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. അതായത് ഇപ്പം സംവരണം വേണ്ട എന്ന് പറഞ്ഞ ആരാണ് എന്ന ചോദ്യത്തിന് അതിന് ഉത്തരവില്ല. ഒരു വ്യക്തിയോ അങ്ങനെ പ്രസ്ഥാനമോ ഒന്നും തന്നെ ഉത്തരവില്ല. അപ്പൊ അങ്ങനെ ഈ ന്യൂനപക്ഷ കാര്യങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ നമുക്കുണ്ടെന്ന് പറയുന്നു, ചിലർ പറയും നമ്മൾ ന്യൂനപക്ഷം അല്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ തോന്നിയ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു, അതിന്റെ ഡേറ്റയൊക്കെ കിട്ടുകയുണ്ടായി നമ്മുടെ കേരള സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആനുവൽ വൈറ്റ് റിസർച്ച് റിപ്പോർട്ടിൽ നിന്നൊക്കെ. അപ്പൊ ഇന്ന് 14% ഉള്ളൂ ക്രിസ്ത്യൻ ജനനിരക്ക് കേരളത്തിൽ. അപ്പം ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനെ എങ്ങനെ താങ്ങാൻ പറ്റും? അപ്പൊ താങ്ങാനായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ബാക്കപ്പോ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് സർക്കാർ തലത്തിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ സംവരണ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരാകും. 80-20 അനുപാതം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ഈ 80-20 അനുപാതം തന്ത്രപൂർവ്വം എങ്ങനെയാണ് നമ്മുടെ ഭരണകൂടം അതിൽ ഉൾപ്പെടുത്താനിടയായ ഒരു സാഹചര്യം അങ്ങ് പറയുകയുണ്ടായി. നമുക്കറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചു, ഈ മുസ്ലിം പെൺകുട്ടികളുടെ ഒരു സ്കോളർഷിപ്പ്, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ 80-20 അനുപാതം വളരെ തന്ത്രപൂർവ്വം ചിലർ ഇതിൽ ഉൾപ്പെടുത്തിയത്? തീർച്ചയായിട്ടും ഇത് വളരെ തന്ത്രപൂർവ്വം തന്നെ ഉൾപ്പെടുത്തി വരുന്നത്. അതിന് കാരണം നമുക്കറിയാം, ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, ഈ വക റിപ്പോർട്ടുകളുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. ശരിക്കും ഈ റിപ്പോർട്ടുകൾ ആരും വായിച്ചു നോക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ പ്രസ്താവനകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും പാലോളി കമ്മീഷൻ റിപ്പോർട്ടും വായിച്ചു നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലാവും, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. അത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള ഈ പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന മുസ്ലിങ്ങളെ പറ്റിയാണ് കൂടുതലായിട്ട് അത് വാചാലരാകുന്നത്. മാത്രമല്ല, നമ്മുടെ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിലാണെങ്കിൽ ആകെ ഒരൊറ്റ സ്കോളർഷിപ്പിനെ പറ്റിയേ പറയുന്നുള്ളൂ. പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൽ അത് 23-ാമത്തെ പേജിലാണ് അത് പറയുന്നത്. ആ സ്കോളർഷിപ്പ് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പിനെ പറ്റി പറയുന്നതാണ്. അത് 2008 മുതൽ തന്നെ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കൊടുക്കാൻ തുടങ്ങി. 2011 ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരളത്തിൽ രൂപീകരിച്ചപ്പോൾ ആ വകുപ്പിലേക്ക് ഇത് മാറ്റുകയും പിന്നീട് ആ വകുപ്പിൽ നിന്നാണ് തുടർന്ന് ഈ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഈ ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് ഈ ആനുകൂല്യം മാറ്റിയപ്പം ഇത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണല്ലോ, അതുകൊണ്ട് മറ്റു ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉയർന്ന സമയത്ത് അവർ ആ പ്രസ്തുത സ്കോളർഷിപ്പില് 80% മുസ്ലിം പെൺകുട്ടികൾക്കും 20% പിന്നോക്കരായ ക്രിസ്ത്യാനികൾക്കും എന്ന രീതിയിലേക്ക് അവര് ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടാക്കി. ആ ഒരു ഗവൺമെന്റ് ഓർഡർ ആണ് പിന്നീട് ഇവർ ദുരുപയോഗം ചെയ്തെന്ന് പറയാം. ആ ഗവൺമെന്റ് ഓർഡറിന്റെ മറ വെച്ചുകൊണ്ട് പിന്നീട് എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ന്യൂനപക്ഷ വകുപ്പിൽ കൂടുതലായിട്ട് ബഡ്ജറ്റ് വിഹിതത്തിൽ പൈസ വന്നു. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ 100 കോടി രൂപയാണ്
ബഡ്ജറ്റ് വിഹിതമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് വന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 50 കോടിയേ ഉള്ളൂ. അപ്പൊ അന്ന് ഇങ്ങനെ പൈസ വന്ന സമയത്ത് ഇവരെന്നെ ചെയ്ത് പുതിയതായിട്ട് ന്യൂനപക്ഷ പദ്ധതികളും സ്കോളർഷിപ്പുകളും ഇവര് ഉണ്ടാക്കിയ സമയത്ത് ഇവരെന്നെ ചെയ്ത് 80:20 എന്നൊരു അനുപാതം ഇവർ കൂട്ടിച്ചേർക്കുകയും ആ അനുപാതം പിന്നീട് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓർഡർ ഒന്നും തന്നെ ഇല്ലാതെ അത് മുസ്ലിം, ഇസ്റ്റു, മറ്റ് മത ന്യൂനപക്ഷങ്ങൾ എന്ന അനുപാതത്തിലേക്ക് അവർ മാറ്റുകയും എല്ലാ സ്കോളർഷിപ്പ് പദ്ധതികളും അങ്ങനെ തുടരുകയും ചെയ്തു. അത് മദർ തെരേസ സ്കോളർഷിപ്പ് ആകട്ടെ, ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ആകട്ടെ, അങ്ങനെ എല്ലാ സ്കോളർഷിപ്പുകളും 80:20 മുസ്ലിം, ഇസ്റ്റു, മറ്റ് മത ന്യൂനപക്ഷങ്ങൾ അനുപാതത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ ഉത്തരവിന്റെ ഒന്നും തന്നെ കാര്യങ്ങളില്ലാതെ തന്നെ അവരത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. ആ ഒരു 2011 ഇറങ്ങിയ ആ ഒരു പ്രസ്തുത ഗവൺമെന്റ് ഓർഡർ ഉപയോഗിച്ചാണ്, അതായത് ഒരു പദ്ധതിക്ക് വേണ്ടി ഉണ്ടായ ഒരു ഗവൺമെന്റ് ഓർഡർ ഉപയോഗിച്ചാണ് പിന്നീട് വന്ന എല്ലാ പദ്ധതികളിലേക്കും ഒരു മറയാക്കി ഇവര് ചെയ്യുകയും പിന്നീട് ഇവർ പറയുന്നത് ഇത് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ്, ബാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് പറയുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം, ഒറ്റ സ്കോളർഷിപ്പിനെ പറ്റി പറയുന്നേ ഉള്ളൂ. അത് 2008 മുതൽ തുടങ്ങിയ ആ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പിനെ പറ്റിയാണ്. അപ്പൊ അത് ചോദ്യം ചെയ്യാൻ ആളില്ലാന്ന് മുതലെടുത്താണ് ഇവർ ഈ കാലം തന്നെ തുടർന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 2016 നമ്മുടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ സർക്കാരിന് ഒരു ശുപാർശ കൊടുത്തതാണ്. അതായത് 80:20 മാറ്റി 60:40 ആക്കണമെന്നും, അതോടൊപ്പം തന്നെ 2017 നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇവിടെ വന്നപ്പം ഇവിടെ KCBC തുടങ്ങിയ സഭകളും തുടങ്ങിയ സംഘടനകളും പിന്നെ മറ്റു സഭകളൊക്കെ തന്നെ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് 80:20 മാറ്റി 60:40 ആക്കണമെന്നുള്ള ഒരു പ്രസ്താവന ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ തന്നെ ഒരു കുറിപ്പിലുള്ളതാണ്. പക്ഷെ അതൊന്നും തന്നെ സർക്കാർ നടപ്പിലാക്കി കണ്ടില്ല. അതിന് നമ്മുടെ ഒരു ഹൈക്കോടതി വിധി വേണ്ടി വന്നു എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്. വളരെ വ്യക്തമാണ്. ശ്രീ അമൽ, ഒരു കാര്യം കൂടി, അതോടൊപ്പം തന്നെ അവർ തന്ത്രപൂർവ്വം ഉൾപ്പെടുത്തിയ ഒരു കാര്യമല്ലേ, മൈനോറിറ്റി കമ്മീഷൻ അംഗത്വവുമായി ബന്ധപ്പെട്ട് KT ജലീൽ നടത്തിയ ഒരു ഇടപെടൽ, അതിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട് അതും വളരെ ഗൂഢമായി ക്രൈസ്തവരുടെ ഒരു അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നില്ലേ നടത്തിയത്? ശരിക്കും ഈ നമ്മുടെ KT ജലീൽ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലെ മറ്റൊരു എന്നൊരു കാര്യം ഇതിനകത്ത് തിരികെ കയറ്റിയുണ്ടായി. ശരിക്കും ഇതിന്റെ ഒരു എന്താ പറയുന്നത്, ഇതുകൊണ്ട് ക്രൈസ്തവ സമൂഹം അനുഭവിച്ച ഒരു കാര്യമുണ്ട്. അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നമ്മുടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കൊണ്ട് ക്രിസ്ത്യൻ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയില് സിറ്റിംഗ് വെപ്പിക്കാനായിട്ട് സാധിച്ചായിരുന്നു. അന്ന് സിറ്റിംഗ് വെപ്പിച്ച് 9 ജില്ലകളായിട്ട് നടന്ന സിറ്റിംഗിന്റെ റിപ്പോർട്ട് ക്രിസ്ത്യൻ പ്രതിനിധിയായിട്ടുള്ള മെമ്പർ ആ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചെയർമാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് ഇന്ന് വരെ ചെയർമാനും മറ്റേ മെമ്പറും, അതായത് 2 ഇതര ന്യൂനപക്ഷ വിഭാഗത്തിൽ കിടക്കുന്ന ഈ 2 അംഗങ്ങളുടെ സ്വാധീനം മൂലം അവരിതുവരെയായിട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടില്ല. അതായത് ക്രിസ്ത്യൻ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ 2019 നടത്തിയ സിറ്റിംഗ് റിപ്പോർട്ട് ഇതുവരെയായിട്ട് സർക്കാരിലേക്ക് ഇവര് സമർപ്പിച്ചിട്ടില്ല. ഇന്ന് ചോദിക്കുവാണെങ്കിൽ അവർ പറയും JB കോശി കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാം എന്ന രീതിയിലാണ് അവർ മറുപടി പറയുന്നത്. മാത്രമല്ല അന്ന് കമ്മീഷന്റെ സിറ്റിംഗ് നടന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇവര് നമ്മുടെ ക്രൈസ്തവ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി. അത് സംവരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പം ഇത്തരത്തില് ഈ ഒരു തിരയിക്കറ്റിൽ നടക്കുന്നത് മൂലം ക്രൈസ്തവ പ്രാതിനിധ്യം അവിടെ ഇല്ലാതാവുകയും ഇനി നാളെ ഒരു ക്രിസ്ത്യാനി പോലും വേണമെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമാകാതിരിക്കാം. ആ രീതിയിലാണ് ഈ ഒരു ആക്ടില് ഈ നമ്മുടെ മന്ത്രി ഭേദഗതി വരുത്തിയ മറ്റൊരു എന്നൊരു വിഷയം. വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള കൊടിയ നീതി നിഷേധങ്ങൾക്ക് അറുതി നൽകുന്നതായിരുന്നു 2021 മെയ് 28 സുപ്രധാനമായ ഹൈക്കോടതി വിധി. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, ഈ ഒരു നിയമ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് അങ്ങ്. ആ ഒരു കോടതി വിധി 80:20 എന്ന അനുപാതം റദ്ദാക്കിയ ആ ഒരു കോടതി വിധി നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് എന്താണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ? കേരള ക്രൈസ്തവ സമൂഹത്തില് ന്യൂനപക്ഷ കേസിലെ വിധി വളരെ വലിയൊരു ചലനം സൃഷ്ടിച്ചു. നമ്മളെല്ലാം അത് കണ്ടതാണ്. നാളുകളായി ഉറങ്ങിക്കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ നിശബ്ദതയില് അല്ലെങ്കിൽ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തി അനുഭവിച്ചു പോന്നിരുന്ന ഒരു ജനത പൊട്ടിത്തെറിച്ച് ആഘോഷിച്ച ഒരു വിധിയായിരുന്നു കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം മെയ് 28 പുറപ്പെടുവിച്ച ന്യൂനപക്ഷ കേസിലെ വിധി. അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരിയേറെ മേഖലകളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ആളുകൾക്ക് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്നും അത് തങ്ങളിലേക്ക് എത്തുന്നില്ല എന്നും അത് തങ്ങളിലേക്ക് എത്തി തങ്ങൾക്കത് മേടിച്ചെടുക്കണമെന്നുള്ള ഒരു ചിന്ത നല്ലൊരു ശതമാനം ആളുകൾക്കും വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു സമൂഹം ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഉണരാത്തവരുണ്ട്. അവരിപ്പോഴും നിശബ്ദരായിട്ട് തന്നെ തുടരുന്നു. എങ്കിലും വളരെ പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടി സാധിക്കും, വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് അപേക്ഷകളുടെ എണ്ണത്തിലൊക്കെ വന്നിരിക്കുന്ന വർധനവ്
നമുക്കത് തെളിയിച്ചു തരും. ഒന്നും വേണ്ട, ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി ഒരു MLA ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ ന്യൂനപക്ഷ കേസിലെ വിധി പ്രകാരമാണോ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടിയിൽ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന്റെ വിതരണ അനുപാതത്തെ പറ്റിയിട്ട് അദ്ദേഹം പരാമർശം നടത്തിയതിൽ 1443 ക്രിസ്ത്യൻ കുട്ടികൾക്ക് 40.87% ജനസംഖ്യാനുപാതികമായ വിധി അനുസരിച്ച് 40.87% കണക്കാക്കി 1443 കുട്ടികൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ 1,44,30,30,000 രൂപ ഒരൊറ്റ സ്കോളർഷിപ്പ് മാത്രം ക്രൈസ്തവ സമൂഹത്തിലെ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ സംഭവം അതിലൂടെ നടന്നു വന്നു. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ന് വരെ നടക്കാത്ത ഒരു സംഭവമാണ്. അത് വലിയൊരു ചരിത്രമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആവേശത്തോടെ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവർക്കുള്ള ഒരു സെൻട്രലൈസ്ഡ് ഇവരെല്ലാം ക്രോഡീകരിച്ച് കേന്ദ്രീകരിച്ച് ഇവരെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ ഇവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ആ പർട്ടിക്കുലർ ഓഫീസുകളിൽ എത്തുന്നതിന് വേണ്ടുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനം ഒരുക്കുന്നതിന് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ചർച്ച് വാളുമായിട്ട് ബന്ധപ്പെട്ട അങ്കമാലി നമ്മുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരിമിതമാണ്. ആളുകൾ വിളിച്ച് നമ്മൾ സഹായങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് പർട്ടിക്കുലർ സ്കൂളുകൾ അതാത് ദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഇത് നമ്മുടെ ഓഫീസ് തലത്തിലേക്ക് ഓഫീഷ്യൽ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് സ്കോളർഷിപ്പ് അപേക്ഷകളും കൂടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ നേട്ടമായിരിക്കും. അതിലുപരി നമ്മുടെ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ലഭിച്ചതിനെ തുടർന്ന് നമ്മുടെ ധാരാളം കുട്ടികൾ ഇപ്പൊ വിദേശത്തേക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നും വിദേശ ഉപരിപഠനത്തിനൊക്കെ ലോൺ എടുത്ത് പോകുന്നുണ്ട്. വലിയ നിസ്സാരമായ പലിശയ്ക്ക് പെട്ടെന്ന് നടപ്പിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്ന ആ സ്കീമുകളെ അവൈൽ ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഇന്ന് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ഈ കൂടെ കൂട്ടുവായിക്കണം. എന്തായാലും വലിയൊരു ചലനമാണ്. അതിലുപരി ഈ വലിയൊരു ആത്മവീര്യം ഈ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്. സമുദായത്തെ സംബന്ധിച്ചിട്ട് ഇതൊരു വലിയ നേട്ടമായിരുന്നു. സമുദായത്തെ സംബന്ധിച്ചിട്ട് വർഷങ്ങളായിട്ട് സമുദായ അംഗങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കടന്ന വേദനയാണ്. അവര് വേദനയിൽ നിന്നൊരു മോചനം വന്നതുകൊണ്ട് അവരെല്ലാം ഇതിനെ ആഘോഷിച്ചു. ഇന്നും അത് നല്ല രീതിയിൽ തന്നെയാണ് സമൂഹം അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിനൊരു പുത്തൻ ഉണർവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും എവിടെ അനീതി കണ്ടാലും ഇത്രയും നാളും നിശബ്ദരായിരുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല, ഈ ഒരു കേസിലൂടെ ഉണ്ടായിരിക്കുന്ന വിധിയാണ്. ഇത് തീർച്ചയായിട്ടും ക്രൈസ്തവ യുവതയെയും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെയും ഉണർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. വളരെ വ്യക്തമാണ്. നമുക്കറിയാം ആ ഒരു വിധിക്ക് ശേഷം നമുക്കറിയാം പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു വിധി വന്നതിന് ശേഷം നമുക്കറിയാം ഗവൺമെന്റ് ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പലതവണ ആ വിധിയുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം മാറ്റി പറയുന്നു. ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് തന്നെ ആ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ ഒരു നിലപാട് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണർത്തുന്നതല്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ? തീർച്ചയായിട്ടും ആശങ്ക ഉണർത്തുന്നതാണ്. അതിനെ ഫലപ്രദമായി നേരിടുന്നതിൽ നമ്മൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. നമ്മളിപ്പോഴും പരാജയപ്പെട്ട് തന്നെ നിൽക്കുന്നത്. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായ ബോധം നമ്മളെ സംബന്ധിച്ചിട്ട് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിട്ട് വളരെ പുറകോട്ടാണ്. നമുക്ക് സമുദായ ബോധമോ മതത്തോടുള്ള ക്രൈസ്തവ വിശ്വാസത്തോടുള്ള ഒരു തീവ്രമായ സ്നേഹമോ നമ്മൾ അനിയന്ത്രിതമായി പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂട്ടായ്മ വരുന്നില്ല. കൂട്ടായ്മ വരാത്തത് കൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ളവർ നേട്ടം കൊയ്യുന്നത്. അതിന് മറൊരു രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. നമ്മുടെ സമുദായാംഗങ്ങൾ ക്രൈസ്തവ സമുദായങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് പിന്തുടരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂടുതൽ കൂറ് പുലർത്തുന്നു. സമുദായത്തോട് കൂറ് പുലർത്തുന്നതിനേക്കാളും സഭയോട് കൂറ് പുലർത്തുന്നതിനേക്കാളും ക്രിസ്തുവിനോട് കൂറ് പുലർത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരംഗമായിരിക്കുന്ന അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ വിശ്വാസ സംഹിതകളോടും രാഷ്ട്രീയ തത്വ സംഹിതങ്ങളോടും അവർ കൂടുതൽ വിധേയത്വം പുലർത്തുന്നതുകൊണ്ട് തന്നെ അവര് ആയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് ഇത് കൂട്ടായ്മയിൽ നിന്ന് ഒന്നിച്ച് നിന്ന് മേടിച്ചെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് സർക്കാർ അപ്പീൽ പോയിരിക്കുന്നത്. അല്ലാതെ അത് അവരുടെ വിജയമൊന്നുമല്ല, നമ്മുടെ പരാജയമാണ്. കാരണം
നമ്മൾ ഒന്നിച്ച് നിന്ന് സർക്കാർ പ്രഷർ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അത് തുടർന്ന് വരുന്ന ഇലക്ഷനുകളെയൊക്കെ അത് കാണും, അത് മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തുടർന്ന് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനുകളും ഇനി നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും ഒക്കെ ഇത് നന്നായിട്ട് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ 80-20 അനുപാതം, ആ ഒരു നീതി നിഷേധത്തിനെതിരെ അങ്ങേപ്പോലുള്ളവർ നടത്തിയ ആ ഒരു പോരാട്ടത്തെ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള ശ്രമം എന്നൊക്കെ ചിലർ ആ ഒരു പോരാട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ? നമ്മൾ കേസിന്റെ വിധി വന്ന് ആദ്യത്തെ നിമിഷം മുതൽ തന്നെ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസ് ഒരു മതത്തിനെതിരെ ആയിരുന്നില്ല, ഏതെങ്കിലും ഒരു മതവിശ്വാസിക്കെതിരെയോ മതത്തിനെതിരെയോ അല്ല. ഇത് സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നൽകപ്പെടുന്ന ആനുകൂല്യങ്ങളുടെ വിവേചനപരമായ വിതരണത്തിനെതിരെ മാത്രമാണ് നമ്മൾ കേസ് കൊടുത്തത്. അതിനകത്ത് സംസ്ഥാന സർക്കാരാണ് എതിർകക്ഷിയായിട്ട് വരിക. അതിനാൽ തന്നെ ഇതിന്റെ പേരിൽ മതസൗഹാർദ്ദം തകരേണ്ട ഒരാവശ്യമില്ല. ഇനി തകർക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഇത്രയും കാലവും ഇത് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടിരുന്ന പലരുടെയും അല്ലെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന പലരുടെയും ആവശ്യമായിരുന്നു. സമൂഹത്തിന് മുമ്പിൽ മാന്യന്മാരാണെന്ന് നടിക്കാൻ അതിനുവേണ്ടി നടത്തിയ ഒരു ചിന്തയുടെയും ആലോചനയുടെയും ഫലമായിട്ടാണ് മതസൗഹാർദ്ദം തകർത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത്. ഒരു വർഷമായല്ലോ, ഇതിന്റെ പേരിൽ എന്ത് മതസൗഹാർദ്ദമാണ് ഇവിടെ തകർക്കപ്പെട്ടത്? നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ നിന്ന് പോലും ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലും ഈ ഒരു ചിന്ത, മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് ഇന്നുകൊണ്ട് കയറി വന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുകൊണ്ട് എവിടെയാണ് കേരളത്തിൽ മതസൗഹാർദ്ദം തകർന്നത്? നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന നിഷേധിക്കപ്പെടുന്ന നീതി അത് ലഭിക്കേണ്ട ആളുകൾ തരാതെ ഇരിക്കുമ്പോൾ നമ്മൾ നീതിപീഠത്തെ സമീപിച്ചുകൊണ്ട് ആ നീതി നേടിയെടുക്കുന്നതിനെ എങ്ങനെയാണ് മതസൗഹാർദ്ദം തകർക്കുന്നു എന്ന് പറയപ്പെടുന്നത്? ഇത് തീർച്ചയായിട്ടും പൊള്ളയായ, ഇത്രയും കാലവും ഈ നാട്ടിൽ നടന്നിരുന്ന അനീതിയെ വെള്ളപൂശുന്നതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ചില സാമുദായിക ശക്തികളുടെയും മാത്രം ആലോചനയുടെ ഫലമായിട്ട് കെട്ടിച്ചമച്ച് പുറത്തിറക്കിയതാണ്. ഇന്ന് വരെ നമുക്കറിയാം ഇതിന്റെ പേരിൽ ഒരു മതസൗഹാർദ്ദവും ഇവിടെ തകർക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂവും മറ്റും ഉണ്ടായിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി അതേപടി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞത് തന്നെ ഇതിന്റെ പുറകിൽ കോടതി വിധിയുടെ പുറകിൽ നീതിയുണ്ട് എന്ന ബോധ്യം ആ സമിതിക്ക് ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന്റെ പേരിൽ ഇതൊരു മതത്തിനെതിരെയല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഉള്ളതായിരുന്നു. ഇതിന്റെ പേരിൽ മറ്റൊരു കലാപങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനോട്ട് പോകുന്നുമില്ല. വളരെ വ്യക്തമാണ്. മതസൗഹാർദ്ദം തകർക്കാനല്ല, നീതി നിഷേധം ഇല്ലാതാക്കുവാനുള്ള പോരാട്ടമാണ് നടത്തിയതെന്ന വളരെ പ്രസക്തമായ ആശയമാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ പങ്കുവച്ചത്. ശ്രീ അമൽ ശ്രീക്, താങ്കൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം 80-20 ആ ഒരു വിധി വന്നതിന് ശേഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? ആനുകൂല്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായത്തിന് കൂടുതലായി എന്ത് നേട്ടമാണ് ഈ ഒരു വിധിക്ക് ശേഷം ലഭിച്ചിട്ടുള്ളത്? നിലവിൽ നമുക്കറിയാം, നേരത്തെ നാം ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചു, ആരും അറിയാതെ തന്ത്രപൂർവ്വം ചില നിഗൂഢ അജണ്ടകൾ 2011 ആ ഒരു കാലഘട്ടത്തിൽ നടപ്പാക്കി. നിലവിലെ ഒരു സാഹചര്യത്തിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ഗൂഢനീക്കങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നടക്കുന്നുണ്ടോ? ശ്രീ അമൽ ശ്രീ. നിലവില് ഇപ്പൊ സർക്കാർ തന്നിരിക്കുന്ന ഒരു മറുപടി മാത്രമല്ല, നമ്മളിപ്പം ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന്റെ കാര്യം നമ്മുടെ ജസ്റ്റിൻ സാർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും 1 കോടി രൂപ തന്നെ ഒരു പ്രത്യേക സ്കോളർഷിപ്പ് തന്നെ അധികമായിട്ട് നമ്മുടെ കുട്ടികൾക്കായിട്ട് ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല മൊത്തത്തിൽ തന്നെ ഒരു 6.2 കോടി രൂപയോളം നമുക്ക് ഓരോ വർഷവും ഇപ്പം ക്രിസ്ത്യൻ അപേക്ഷകർക്കായിട്ട് അധികമായിട്ട് ഇപ്പം ഒരു 80 മാറ്റി ഏകദേശം ഒരു 40-60 ആ ഒരു അനുവാസീകരണത്തിലേക്ക് വന്നതുകൊണ്ട് ഏകദേശം ഒരു 6.2 കോടി രൂപ അധികമായിട്ട് ക്രിസ്ത്യൻ അപേക്ഷകർക്കൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പൊ മാത്രമല്ല ധാരാളം മാറ്റങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പില് അതിന്റെ നേതൃസ്ഥാനത്ത് മുൻപ് നമ്മുടെ ക്രിസ്ത്യാനികളാരും തന്നെ ഇല്ലായിരുന്നു, അതെങ്കിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം നന്നേ കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പം നമുക്ക് മുഖ്യമന്ത്രി അതിനകത്തൊരു എന്താ പറയുന്നത്, നമുക്ക് അതിനകത്തൊരു മീഡിയേറ്റർ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ഉണ്ടായിരുന്ന ആ കോർപ്പറേഷനിലെ അംഗങ്ങളിൽ 6 അംഗങ്ങളുള്ളതിൽ 2 പേര് ക്രിസ്ത്യൻസും ബാക്കി 4 പേരും മറ്റേ ഇതര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുമായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പൊ അതിനകത്തൊക്കെ ചെറിയായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രധാന ചുമതല വഹിക്കുന്നവർ തന്നെ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമായിട്ട് കൊടുക്കാതെ അത് പൊതുവായിട്ട് ഉള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
എന്നാൽ തന്നെയും അതിനകത്ത് വരുന്ന ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് സമുദായത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നതായിട്ട് ഇപ്പം അടുത്ത ഇടയിൽ ദീപികയിൽ വന്നൊരു ലേഖനത്തിൽ കാണുകയുണ്ട്. അതായത് വഖഫ് ബോർഡ്, മദ്രസ നിയമന ആ കാര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫണ്ട് ഇപ്പൊ സർക്കാർ മറ്റ് മുസ്ലിം വിഭാഗത്തിലേക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വകുപ്പായിട്ട് രൂപീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല അതിനകത്ത് മദ്രസ അധ്യാപക ക്ഷേമനിധി ഉണ്ട്. അതിന് പ്രത്യേക ഫണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് പോകുന്നുണ്ട്. ഏകദേശം 17.7 കോടിയോളം രൂപ തന്നെ മദ്രസ അധ്യാപക ക്ഷേമനിധിക്ക് കൊടുത്തതായിട്ട് മുഖ്യമന്ത്രി നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഫണ്ട് പോകുന്നുണ്ട്. പിന്നെ വഖഫ് ബോർഡിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള പദ്ധതികളിൽ പോകുന്നുണ്ട്. ശ്രീ അമൽ സുരേഖ്, ഒരു കാര്യം, ഒരു സംശയത്തിന് വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ മദ്രസ ക്ഷേമനിധി ആ ഒരു കാര്യം അങ്ങ് പരാമർശിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഒരു മതത്തിന്റെ ഒരു പ്രചരണത്തിനായി, ഒരു മത പഠനത്തിനായി ഒരു നികുതിദായകന്റെ പണം തന്നെ സർക്കാർ ഉപയോഗിക്കുന്നതിന് അതിനെന്തെങ്കിലും ഒരു നിയമ സാധ്യതയുണ്ടോ? അത് തീർച്ചയായും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലേ ശ്രീ അമൽ സുരേഖ്? തീർച്ചയായിട്ടും സാഹചര്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ പശ്ചാത്തലത്തില് അതിനാര് തയ്യാറാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ 80:20 വിധി വന്നത് തന്നെ ഒരു വ്യക്തി അവസാനം കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ സർക്കാരിന്റെ നിരന്തരമായിട്ട് സർക്കാർ നമ്മൾ അപേക്ഷകൾ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷനത്തിന്റെ സംസ്ഥാന കേന്ദ്ര കമ്മീഷനുകൾ തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർക്കാർ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലെയുള്ള അനീതികളെ പറ്റി ചോദ്യം ചെയ്യാൻ പോലും ആരും തയ്യാറാകത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാകണം. അതിന് എല്ലാ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുകയാണ് വേണ്ടത്. അതിപ്പോ നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കേണ്ടത്. അതിനകത്ത് നമുക്ക് തമിഴ്നാടുണ്ട്, ആന്ധ്രയുണ്ട്, കർണാടകയുണ്ട്. ആന്ധ്രാപ്രദേശിൽ ന്യൂനപക്ഷേമ വകുപ്പുണ്ട്. അവിടെ ക്രിസ്ത്യൻ ധനകാര്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് ഏകദേശം 14ഓളം പദ്ധതികൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പള്ളി പണിയാൻ പൈസ, പള്ളിക്കൂടങ്ങൾ പണിയാൻ പൈസ, വിശുദ്ധാന തീർത്ഥാടന സബ്സിഡി, കുട്ടികൾക്കായിട്ട് പ്രത്യേക ട്രെയിനിങ്, കോച്ചിങ്, അങ്ങനെ ക്രിസ്ത്യൻ കുട്ടികൾക്കായിട്ട് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ പരിഗണിക്കുന്നുണ്ട്, മറ്റിതര ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നുണ്ട്. കർണാടകയിലാണെങ്കിൽ ക്രിസ്ത്യൻ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി വെച്ചിട്ട് ഏകദേശം 7-8 പദ്ധതികളോളം ക്രിസ്ത്യാനികൾക്കായിട്ട് തന്നെയുണ്ട്. മുസ്ലിങ്ങളെ പരിഗണിക്കുന്നുണ്ട്, മറ്റു ന്യൂനപക്ഷങ്ങളെയും പരിഗണിക്കുന്നുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇതുപോലെ മുസ്ലിങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കായിട്ട് തന്നെ പള്ളിക്കൊക്കെ പ്രത്യേക ഫണ്ട് കൊടുക്കുന്നു, വിശുദ്ധാന തീർത്ഥാടന സബ്സിഡി കൊടുക്കുന്നു, അങ്ങനെ പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിലാണ് നമുക്ക് ഇതുപോലെ ക്രിസ്ത്യാനികൾക്കായിട്ട് പ്രത്യേക ഒരു പരിഗണനയും ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന് കിട്ടുന്നില്ല. പൊതുവായ പദ്ധതികളാണ് ഈ അനുവാദം നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല മുസ്ലിംകൾക്കായിട്ട് പ്രത്യേക പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും വ്യക്തവും കൃത്യമായിട്ട് തുല്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരേണ്ടത് ഒരു ആവശ്യകതയാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളുടെ സൗണ്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കുറവിലൂടെ തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ശബ്ദം നാളെ ഇല്ലായിരിക്കും. അപ്പൊ ഇന്ന് പ്രതികരിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ക്രിസ്ത്യാനികൾക്ക് തുല്യമായിട്ട് നീതിപൂർവം കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെ എല്ലാവരും ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയേ ഉള്ളൂ. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായ ആശയമാണ് ശ്രീ അമൽ സുരേഖ് പങ്കുവച്ചത്. തീർച്ചയായും ഇനിയും കൂടുതൽ ആനുകൂല്യങ്ങൾ, ഇനിയും കൂടുതൽ നീതിയുടെ വഴിയിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായ ഒരു പ്രതികരണം തന്നെ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നേരത്തെ നാം പറയുകയുണ്ടായി സുപ്രീം കോടതിയിലെ ആ ഒരു സർക്കാർ സമർപ്പിച്ച ആ ഒരു അപ്പീൽ, ആ ഒരു കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ? നിലവില് സംസ്ഥാന സർക്കാരിനോടൊപ്പം വ്യക്തികളും സംഘടനകളുമായിട്ട് 6 കൂട്ടരും കൂടി ചേർന്നാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. 6 ഇൻഡിപെൻഡന്റ് അപ്പീലുകളും വന്നിട്ടുണ്ട്. മൊത്തം 7 അപ്പീലുകൾ ഇപ്പോൾ ഒരൊറ്റ കേസിനകത്ത് തന്നെ പെൻഡിങ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നും അഡ്മിഷൻ വന്നിട്ടുണ്ട്. അത് എല്ലാത്തിന്റെയും സ്പെഷ്യൽ പെറ്റീഷൻ ഹിയറിംഗിന് വേണ്ടിയിട്ടാണ് പോസ്റ്റിങ്. അപ്പൊ ഓരോ മാസവും ഓരോ കൂട്ടര് അപ്പീൽ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നോട്ടീസ് ഓർഡർ ആവുന്നു, നോട്ടീസ് വരുന്നു, നമ്മൾ അതിന് കൗണ്ടർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 7 ടീമുകളായി. ഒരു കേസിനകത്ത് 5 മുസ്ലിം സംഘടനകളും ഒരു വ്യക്തിയും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ആണ് അപ്പീൽ പോയിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട തീവ്ര നിലപാടുകാരും അതിനകത്ത് അപ്പീലുകളുമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കക്ഷികൾ അല്ലാത്തവരാണ് എല്ലാവരും തന്നെ. സംസ്ഥാന സർക്കാരും ഈ പറയുന്ന ഓരോ പാർട്ടികളും കൊടുത്തിരിക്കുന്ന അപ്പീലുകൾ വായിച്ചു കഴിയുമ്പോൾ എല്ലാം ഒറ്റ പാറ്റേൺ ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. സംസ്ഥാന സർക്കാരും ഈ പറയുന്ന തീവ്ര നിലപാടുകാരും കൂടെയുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ അപ്പീൽ ഫയലിംഗ്. കാരണം അപ്പീലും മെമ്മോറാണ്ടങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട്സ് കാര്യങ്ങളെല്ലാം ഏകദേശം ഒരേ മോഡൽ തന്നെയാണ്.
അപ്പൊ അതിലുപരി സംസ്ഥാന സർക്കാരിന് കോടതി വിധി അനുസരിച്ച് അനുസരിച്ച് ആ വിധി നടപ്പിലാക്കി ഈ സ്കോളർഷിപ്പുകൾ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അവർ അപ്പീൽ പോയതിന്റെ പുറകിലുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാനും ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നടപടിയാണ്. നീതി ക്രൈസ്തവരുടെ പക്ഷത്താണ്. നീതി കോടതി വിധിയിലൂടെ നടപ്പിലാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും നീതി നിഷേധിക്കുന്നവരുടെ കൂടെ, അതായത് ഇരകളുടെ കൂടെ നിൽക്കാതെ പ്രതികളുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയരായിരിക്കുന്ന അവരുടെ കൂടെ നിന്ന് വീണ്ടും ഇരകളെ വേദനിപ്പിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെയാണല്ലോ SDPI ഇടതുപക്ഷ ഭരണം അല്ലെങ്കിൽ LDFന്റെ ഭരണം പിടിച്ചെടുത്തു എന്ന് പോലും ഒരു വിഭാഗം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മതേതര നിലപാട് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് കൃത്യമായിട്ട് ഈ പറയുന്ന ഇസ്ലാം സമൂഹത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പച്ചയ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ വേദനയോടെ കാണുകയാണ്. ഇത് മാത്രമല്ല, എന്തുമാത്രം മേഖലകൾ അനീതി നടക്കുന്നത്. നമുക്ക് കോടതി കേസ് കൊടുക്കാനാണെങ്കിൽ ഹൈക്കോടതിയുടെ മുറ്റത്ത് ചിലപ്പോൾ ഓഫീസിൽ ഇരിക്കേണ്ടി വരും. അതുപോലെ നീതികേടാണ് സംസ്ഥാന സർക്കാർ ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ന്യൂനപക്ഷങ്ങളോട് മതഭൂരിപക്ഷത്തോടല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മതഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളോട് കേരളത്തിൽ പോലും, ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ പോലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വളരെ മോശമായ രീതിയിൽ നീതികേട് കാണിച്ചുകൊണ്ട് ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട്, എല്ലാ മൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അവര് നടത്തുന്ന ഈ നടപടികളെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് ഈ കോടതി വിധിയുടെ 1-ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ എതിർക്കേണ്ടതാണ്, നമ്മൾ അപലപിക്കേണ്ടതാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ PC ജോർജ് സാറിനെതിരെ കേസുകളും കാര്യങ്ങളും വരുന്നു. ഇതിനും ഭീകരമായിട്ട് പറഞ്ഞ കേസുകൾക്ക് ഞാനടക്കമുള്ളവർ എത്രയോ സ്ഥലങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് അതുപോലെ FIR എടുക്കുക, ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാതിരിക്കുന്ന സമയത്ത് അവരുടെ പുസ്തകത്തിലുള്ള അവർ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അവരുടെ പുസ്തകത്തിനോട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേര് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അതേ നയമാണ് ന്യൂനപക്ഷങ്ങളുടെ എല്ലാ ക്ഷേമ പദ്ധതികളുടെ വിതരണ കാര്യത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭവും നിയമ നടപടികളും ഭാവിയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. സമുദായം ഒരു ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തെ നേരിടണം. അല്ലെങ്കിൽ ഇനി ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും സൃഷ്ടിക്കുന്ന ഈ ഒരു വിവേചനപരമായ സമീപനത്തിനെതിരെ ശക്തമായ ഒരു പ്രതികരണം ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അമൽ ശ്രീ, നമുക്കറിയാവുന്നതുപോലെ നിരവധി പദ്ധതികളാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മത്സര പരീക്ഷകൾ, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിൽ ഇപ്പം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികൾ, അതിന് വളരെയധികം പദ്ധതികൾ ഭരണകൂടങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായി നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതിനെക്കുറിച്ച് നമ്മൾ പലരും അവബോധരല്ല എന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രതിസന്ധി നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും? നമ്മുടെ ഇടവകൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സംഘടനകളൊക്കെ കേന്ദ്രീകരിച്ച്, സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിലൂടെയൊക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണം, ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്, ഇത്തരത്തിൽ മത്സര പരീക്ഷകൾ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു അവബോധം, ആ ഒരു പ്രചരണം നാം കൂടുതൽ ശക്തമാക്കേണ്ടതല്ലേ അമൽ ശ്രീ? തീർച്ചയായിട്ടും ശക്തമാക്കേണ്ടതാണ്. അതിനകത്ത് പറയുവാണെങ്കിൽ, ഒന്ന് ഈ പ്രാതിനിധ്യ സ്വഭാവമാണ് വേണ്ടത്. അതായത് ഇപ്പൊ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലാണെങ്കിലും ക്രിസ്ത്യൻ പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകണം. ആ പ്രാതിനിധ്യ സ്വഭാവത്തിലൂടെ തന്നെ ഈ പ്രതിനിധികള് ക്രിസ്ത്യൻ സമുദായത്തെ ഇത് ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം, നമുക്കിപ്പോ ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ നൂലാമാലകൾ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും. അതായത് എങ്ങനെ ചെയ്യണം, ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ്, ഓരോ വർഷവും അതിന്റെ ക്രൈറ്റീരിയാസ് പുതുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് പലപ്പോഴും ഒരു സാധാരണക്കാരന് കിട്ടണമെന്നില്ല. ആ സമയത്ത് കൃത്യമായിട്ട് ഈ എന്താണ് സർക്കാർ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്, അത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു സഭയോട് ചേർന്നോ അല്ലെങ്കിൽ സമുദായ അംഗങ്ങളോട് ചേർന്നുള്ള വേദികളിലോ സംഘടനകളിലൂടെയോ ഒക്കെ തന്നെ ഈ അംഗങ്ങളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ലെന്നുള്ളതാണ്. നമുക്കറിയാം, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കാർ തലത്തിലൂടെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ സഭയും സംഘടനകളും ഇത് ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കൃത്യമായ രീതിയിൽ ആളുകളെ നിയമിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത്
കൃത്യമായ സമുദായ അംഗങ്ങളിലേക്ക് ഈ ആനുകൂല്യങ്ങൾ പറയുക, പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുക എന്നുള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തിൽ വന്നുപോയ വലിയൊരു പിശക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുൻ കാലഘട്ടങ്ങളിൽ അപേക്ഷകർ അപേക്ഷിച്ചിട്ട് കിട്ടാതെ വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇവർക്ക് ഈ അനുവാദത്തെ പറ്റിയോ ഇങ്ങനെയുള്ള അനീതികളെ പറ്റിയോ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇതെങ്ങനെയാണ് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വരുന്നതിനെ പറ്റി അവർക്ക് അറിവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടാതെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരൊന്നും പറയും ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നൊരു തോന്നല് സമുദായ അംഗങ്ങളിലേക്ക് വരികയും അതിന്റെ തുടർഫലമാണ് ശരിക്കും പറയാം വിദേശ നാടുകളിലേക്ക് ഇതുപോലെ കുടിയേറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ അപേക്ഷിച്ചാലും നമുക്ക് ആനുകൂല്യമൊന്നും കിട്ടത്തില്ല എന്നൊരു ചിന്ത സമുദായ അംഗങ്ങളിലേക്ക് വ്യാപകമായി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് മാറണം. അത് മാറിയിട്ട് നമ്മൾ അപേക്ഷ ചെയ്യാൻ കിട്ടും എന്ന രീതിയിലേക്കും കിട്ടുന്നവര് ആ കിട്ടുന്ന വിവരം ബാക്കിയുള്ളവരിലേക്ക് കൈമാറുന്ന രീതിയിലേക്കും വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആ ഒരു ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ സമൂഹം മാറാതെ ഇതിനകത്തൊരു മാറ്റമില്ല. അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ ഒരുക്കണം. അതോടൊപ്പം തന്നെ സഭാ സംഘടനാ സംവിധാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അവയർനെസ്സും അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കാനായിട്ട് ഒരു സംവിധാനം ഒരുക്കേണ്ടതായിട്ട് ഉണ്ട്. വളരെ വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അങ്ങേക്ക് ആ ചോദ്യത്തോട് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം ഒരു കാര്യം കൂടി. നമുക്കറിയാം ശ്രീ അമൽ ശ്രീ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ഡെസ്കുകളൊക്കെ നമ്മുടെ ഇടവകൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ രൂപതകളൊക്കെ കേന്ദ്രീകരിച്ച് തുടങ്ങേണ്ട കാലം അതിക്രമിച്ചില്ലേ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ? എന്നേ വേണ്ടിയിരുന്നു. ഇതൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ടിയിരുന്നതാണ്. ഇപ്പോഴും ആ കാര്യത്തിലൊന്നും നമുക്കൊരു അനക്കം വന്നിട്ടില്ല. നമ്മളത് വീണ്ടും സംഘടനകളും സംവിധാനങ്ങളും ഇത്രയും ശക്തമായിട്ടുള്ള ക്രൈസ്തവ സമൂഹം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ റിസോഴ്സുകളും നമുക്ക് സ്വന്തമായിട്ടുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമുക്കുണ്ട്. നമുക്ക് തുടങ്ങാനുള്ള മനസ്സ് മാത്രം മതി. അങ്ങനെ തുടങ്ങി ഈ സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടുന്ന അടിയന്തര നടപടികൾ സഭയുടെ ഭാഗത്തു നിന്നും സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ കിട്ടുന്ന ക്ഷേമ പദ്ധതികളെല്ലാം അതിന്റെ എല്ലാ ആനുകൂല്യങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്കും ആളുകളിലേക്കും കൃത്യമായിട്ട് എത്തുകയും. വളരെ വ്യക്തമാണ്. 80-20 ഹൈക്കോടതി വിധി, 80-20 അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധി നീതിക്കായുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ ആദ്യഘട്ടത്തിന്റെ വിജയമാണ്. ഇനിയും പോരാട്ടം തുടരേണ്ടിയിരിക്കുന്നു. നീതിക്കായി, ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായി തീർച്ചയായും ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി അതിന് അണിനിരക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്നത്തെ ഷെക്കേന ഫയർ റൂം നൽകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ അമൽ ശ്രീയക്, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, രണ്ടുപേർക്കും പ്രത്യേകം നന്ദി.